ഹായ്, പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മരണമാസ് റിവ്യൂലോട്ടാണ്. ഇന്നലെയാണ് പടം കണ്ടത്. ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ ഫോണിൽ ചാർജും കുറവായിരുന്നു. അതുകൊണ്ടാണ് റിവ്യൂ വരാൻ താമസിച്ചത്. ഡയറക്ടർ, റൈറ്റർ ശിവപ്രസാദ്. റൈറ്റർ രണ്ടുപേരുണ്ടായിരുന്നു. ശിവപ്രസാദ് കൊണ്ട് ഒന്ന് സിജു സണ്ണി ആക്ടർ. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത് JK, എഡിറ്റ് ചെയ്തേക്കുന്നത് ചമൻ ചാക്കോ. അപ്പോൾ ഈ പടം എനിക്ക് എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും നാളായിട്ട് ഈ അടുത്ത സമയത്ത് ഇത്രയൊന്നും ഞാൻ ചിരിച്ചിട്ടില്ല. കണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ച് മറിഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതേപോലെ എന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് ഈ മരണമാസം തോന്നിയത്. ഞാൻ ഈ പടമൊക്കെ കാണാൻ കയറുമ്പം ഇതുപോലെ ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചുകൊണ്ടാണ് കയറുന്നത്. അപ്പം ഞാൻ അതിനകത്ത് സൂക്ഷിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കൂട്ടച്ചിരിയാവുന്നത് തിയേറ്ററിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് വല്ലതും ഇതുപോലെ ഞാൻ പേടിച്ചാണ് കുടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് എപ്പോഴെങ്കിലും ഒന്ന് കോമഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. അതുപോലെ വെള്ളം വെളിയിലുള്ള ആൾക്കാരുടെ ദേഹത്ത് വീഴും. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്താണ്. അതേപോലെ ചിരിക്കാനുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ അതേപോലെ ചിരിക്കാനുണ്ട്. ഞാൻ ഇത്രയും ചിരിച്ച് ഒരു പടം കണ്ടിട്ടില്ല. ഈ അടുത്ത സമയത്താണ് ഇത്രയും കണ്ടത്. അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രാജേഷ് മാധവ് ഉണ്ട്. രാജേഷ് മാധവിനെ കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാനിപ്പം പൊതുവെ ഇപ്പം അങ്ങനെ ട്രെയിലർ കാണുന്നത് കുറവാണ്. അത് ട്രെയിലർ കാണാതെ സിനിമ കണ്ടാലേ നമുക്കൊരു ഇത് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞ് ഇത് എനിക്കൊന്ന് എമ്പുരാൻ കാണാൻ പോയപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ല ഞാൻ ഇതുപോലെ ഫോണിൽ കൂട്ടിയിരുന്ന് ട്രെയിലർ കാണുന്ന പരിപാടി ഇല്ല. ഒരു പടത്തിൻ്റെ വലിയ പടത്തിൻ്റെ കാണും. അപ്പോൾ ഇങ്ങനെ രാജേഷ് മാധവിനെ കാണിച്ച് പടം തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ ഷോട്ട് തന്നെ രാജേഷ് മാധവിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കിടു ക്യാരക്ടർ. എന്ന് വെച്ചാൽ രാജേഷ് മാധവൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മാറാളഹ ചേട്ടൻ. അപ്പം പുള്ളി അതിനകത്ത് കിടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു ഹ്യൂമർ റോളാണ് കൊടുക്കുന്നത്. പക്ഷേ ഹ്യൂമറിൻ്റെ കൂടെ തന്നെ സീരിയസും കാണിക്കണം. അപ്പോൾ അതേപോലെ പുള്ളിയെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത്. പക്ഷേ അത് കാണിക്കുമ്പോൾ തന്നെ ഓരോ രീതി കാണിക്കുമ്പോൾ നമുക്ക് ഒരു ഡാർക്ക് ഹ്യൂമറായിട്ട് അതങ്ങ് കളയും. ഇതിനകത്ത് അനീഷ്മ അനിൽകുമാർ, നേരത്തെ അയം കാതലിനകത്തെ നടി. പക്ഷേ ഇതിനകത്ത് പുള്ളിക്കാരി ഇതിനകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു വീട്ടിൻ്റെ ഒരു പശ്ചാത്തലം കാണിച്ചുകൊണ്ട് തുടങ്ങണമല്ലോ. അപ്പോൾ അവരുടെ വീട്ടിലെ അമ്മൂമ്മ ഇരുന്ന് WWE കണ്ടുകൊണ്ടിരിക്കുകയാണ്. റെസ്ലിങ്, അതായത് റെസൽമേനിയാണ്. അണ്ടർടേക്കറും കെയിനും തമ്മിലുള്ള മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് അണ്ടർടേക്കറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അണ്ടർടേക്കറിൻ്റെ അനിയനെ കെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഒരു റൂമറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ റെസൽമേനിയ 14 കണ്ടാന്ന് തോന്നുന്നു. കാരണം അണ്ടർടേക്കറും കെയിൻ 98-ലാണ് റെസൽമേനിയ കളിക്കുന്നത്. ആ ഒരു മാച്ച് തന്നെ അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയിട്ട് പിന്നെ ബേസിലിനെ കാണിക്കുന്നുണ്ട്. ബേസിലിൻ്റെ ഇൻട്രോ കിടിലൻ ഇൻട്രോയാണ്. അത് സ്പൂഫാണ്, പക്ഷേ അത് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ അത് കാണുമ്പം തന്നെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ ഓരോ ചിരികളുടെ മാലപ്പടക്കത്തിൽ തിരി കൊടുക്കുന്നുണ്ട്. ഓരോ അടുത്ത് ചിരിയോ. പിന്നെ അങ്ങോട്ട് നിർത്തുന്നത് കുറവാണ്. പിന്നെ ഇതിനകത്ത് ബേസിലിനെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് കൃഷ്ണനെ കാണിക്കുന്നുണ്ട്, കൺവിൻസിങ് സ്റ്റാർ. പിന്നെ അതിനകത്ത് സിജു സണ്ണി കണ്ടക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. സുരേഷ് കൃഷ്ണ ഒരു ഡ്രൈവറും പിന്നെ സിജു സണ്ണി ഒരു കണ്ടക്ടറുമായിട്ടാണ്. അവർ രണ്ടുപേരും ക്യാരക്ടർ എന്ന് വെച്ചാൽ ഈ സുരേഷ് കൃഷ്ണയൊക്കെ നേരത്തെ ഒരു 10 വർഷം മുമ്പേ ഈ ഒരു ക്യാരക്ടറിലൊക്കെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി വില്ലൻ ക്യാരക്ടർ ചെയ്തുകൊണ്ട് വന്നേ. അപ്പോൾ അത് കിടിലിനായിട്ട് ചെയ്യും. കോമഡി ക്യാരക്ടർ അതിൽ നല്ലോണം ചെയ്യുമെന്ന് എനിക്ക് തോന്നിയത്. കിടിലിനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അത് കോമഡി ഒരു പേടി തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ അത് കിടിലിനായിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. റൊമാൻറ്റിക് സീനെ കാണിക്കുന്നുണ്ട്. റൊമാൻറ്റിക്കൊക്കെ പുള്ളി നല്ലോണം ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പുള്ളിക്കാരൻ്റെ ആ റൊമാൻറ്റിക് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. കാരണം അതേപോലത്തെ രീതിയിൽ പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ സിജു സണ്ണിയുടെ കുറച്ച് ഇമോഷൻ കാണിക്കുന്നുണ്ട്. തുടക്കം ഞാൻ വിചാരിച്ചു ഇതൊരു ചളിയായി പോവോ, ഒരു കോമഡിയുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന ഒരു പക്ക ഒരു ഇമോഷൻ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചളിയാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പടം അങ്ങോട്ട് കുറച്ചും കൂടെ അപ്പായി കഴിയുമ്പം പിന്നെ രണ്ടും കൂടി ഇടകലർത്തി കൊണ്ടുവരും. അത് പക്ഷേ ഇഴുകി ചേർന്ന് പോകുന്നുണ്ട് സിനിമയായിട്ട്. പിന്നെ അറിയാം, ഒരു അപ്പൂപ്പനുണ്ട്. ഈ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്, നല്ലോണം വെറുപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇപ്പം പണ്ടൊക്കെ കോമഡി ചെയ്യാനൊക്കെ മലയാള സിനിമയിൽ ആളുണ്ടായിരുന്നു. ഇപ്പം കുറേ നാളുകൊണ്ട് ഇല്ല. പുള്ളിക്കാരനെ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ പടന്നയിലുണ്ടല്ലോ, ഒരു പഴയ ഈ വൃദ്ധന്മാരെ സൂക്ഷിക്കുക അങ്ങനെയുള്ള പഴയ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ വാമനപുരം ബസ് റൂട്ടിനകത്ത് അപ്പൂപ്പനൊക്കെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അതേപോലത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങളെയൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ കാണുന്ന ഒരു ആൾ. അപ്പോൾ ആ ഒരു രീതി എനിക്ക് പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ആക്ടറെ എനിക്ക് ഓർമ്മ വന്നത്. നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് കോമഡിക്ക് വേണ്ടി കാണിച്ച, പക്ഷേ നല്ലോണം ഞാനും ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ ബാബു ആൻ്റണി ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ അജയ് രാമചന്ദ്രൻ ഡെസ്പ് എന്നാണ്, DYSP ആണ്. പക്ഷേ അതിനകത്ത് ഡെസ്പ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിക്കോ. ടോട്ടലി ബാബു ആൻ്റണി ഒരു എന്താ പറയുന്ന ഒരു പെറ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതേപോലെ ഒരു പോലീസ് ഓഫീസറും. അപ്പോൾ ആ ഒരു ഡാർക്ക് ഹ്യൂമറും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നത്തെ അനീഷ്മ അനിൽകുമാർ പുള്ളിക്കാരി ചേരുന്ന ഈ ബേസിലിൻ്റെ പേരായിട്ടാണ് വന്നിരിക്കുന്നത്.
അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേഷ് മാധവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ഇത്രയും 4-5 ഇതിനകത്ത് ആർക്കും ഹൈ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞില്ല. എല്ലാവരെയും തുല്യമായിട്ടാണ് കാണുന്നത്. കുറച്ച് സമയം സുരേഷ് കൃഷ്ണൻ അതിനകത്ത് നായകനായിട്ട് വരുന്നുണ്ട്, കുറച്ച് സമയം ബേസിൽ വരുന്നുണ്ട്, കുറച്ച് സമയം മാറാളഹ ചേട്ടൻ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഈക്വലായിട്ട്. പിന്നെ ഇതിനകത്ത് ജോമോൻ ജ്യോതികളുണ്ട്, ഒരു സേവ് ദി ഡേറ്റ് ഫോട്ടോ എടുക്കാൻ വരുന്നത്. അതും എനിക്ക് നല്ലോണം ആസ്വദിച്ച്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് പോയി കാണാൻ പറ്റിയ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിരിച്ച് ആൾക്കാരുടെ ഇങ്ങനെ ദേഹത്ത് അടിച്ച് ചിരിക്കാനുള്ള വാക്ക് മൊത്തം ഉണ്ട്. ഞാൻ അതിൻ്റെ ചില കോമഡി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞൊരു ചെറിയൊരു പശ്ചാത്തലം, എന്നിട്ട് ഒരു ബസ്സിൽ വെച്ചുണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്നൊരു കഥ, അവസാനം വരെ ചിരിച്ച് മറിയാനുള്ള എല്ലാം ഉണ്ട്. അടുത്ത സമയത്ത് ഞാൻ ഇത്രയും ചിരിച്ച് കണ്ടിട്ട് ഒരു സിനിമ കണ്ടിട്ടില്ല. അതുപോലെ കണ്ട് നല്ലോണം ആസ്വദിച്ച നല്ലൊരു ചെറിയ പടം. അതാണ് മരണമാസമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. എല്ലാം കൊള്ളാം. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ടോവിനോയും പിന്നെ കുറച്ച് പാർട്ട്ണറും കൂടെ ചേർന്നിട്ടാണ്. ടോവിനോയുടെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കിത് തോന്നിയത്. പിന്നെ ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്. അത് ആരാണെന്ന് നിങ്ങൾ തന്നെ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം വിഷു അല്ലയോ, ഇനിയും 2 പടം കൂടെ എനിക്ക് കാണാൻ കിടപ്പുണ്ട്. അതുമായിട്ട് കണ്ടിട്ട് ഉടനെ വരാം. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണുക. വിഷു അല്ലി വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.